ശബരിമലയിൽ ഈ വിധി സമ്പാദിക്കാൻ പോയത് ഇടതുപക്ഷമോ CPM-ഓ ആരുമല്ല. അത് കൃത്യമായി പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ RSSൻ്റെ പ്രവർത്തകരാണ് ശബരിമലയിൽ ഈ വിധി സമ്പാദിക്കാൻ പോയത്. വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ സ്വാഗതം ചെയ്തത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു, സംസ്ഥാന നേതൃത്വം സ്വാഗതം ചെയ്തു, RSSൻ്റെ ദേശീയ നേതൃത്വം സ്വാഗതം ചെയ്തു, സംസ്ഥാനത്ത് അവരുടെ മുഖപത്രം അത് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്തകൾ കൊടുത്തു. രാജഗോപാൽ സാറിൻ്റെ ലേഖനങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം അവർ സ്വാഗതം ചെയ്തപ്പോൾ ഗവൺമെൻറ് അതിനെതിരായിട്ട് നിൽക്കുകയല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്. ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ അന്ന് ഈ കോടതി വിധിയെ ഗവൺമെൻറ് അംഗീകരിക്കുകയാണ് ചെയ്തത്. പിന്നീട് NSS ഉൾപ്പെടെ മുൻകൈയെടുത്ത് പന്തളത്ത് നടത്തിയ നാമജപ ഘോഷയാത്രയ്ക്ക് ശേഷമാണ് RSSും കോൺഗ്രസും നിലപാട് മാറ്റിയത്. അപ്പോൾ RSSൻ്റെ നിലപാട് എന്തായിരുന്നു? ഞങ്ങൾ ശബരിമല ആചാര സംരക്ഷണത്തിൻ്റെ ആളുകളാണ്, സ്ത്രീ പ്രവേശനത്തിനെതിരാണ്, അത് നടപ്പിലാവാൻ ഞങ്ങൾ വേണ്ടി വന്നാൽ കേന്ദ്ര നിയമം കൊണ്ടുവരും. കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് മാറ്റിയിട്ട് അവർ നാമജപ ഘോഷയാത്രയോടൊപ്പം ചേരുകയാണ് ഉണ്ടായത്. ഗവൺമെൻറ് അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ $42 റിവ്യൂ പെറ്റീഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലും അവിടെ ജനങ്ങളുടെ സമ്മർദ്ദം, അവിടെ സ്ത്രീ പ്രവേശനം അനുവദനീയമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടാണ് CPIM ഇടതുപക്ഷം സ്വീകരിച്ചത്. അതിനുശേഷം അവിടെ ഏതെങ്കിലും തരത്തിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനോ അവിടുത്തെ ആചാരപരമായ പ്രശ്നങ്ങളിൽ സുപ്രീം കോടതിയുടെ ഒരു അന്തിമ തീർപ്പ് ഇനി ഉണ്ടാകുന്നത് വരെ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്ന ഇടതുപക്ഷത്തിന് പൊതു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ CPIM-ന് പൊതു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തീർത്ഥാടക സമയം NSSും SNDP പോലുള്ളത് മാത്രമല്ല എല്ലാ സംഘടനകളും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണല്ലോ. അവർ ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോൾ അത് നടക്കട്ടെ എന്നുള്ള നിലപാടാണല്ലോ. അതൊരു മാന്യമായ നിലപാടാണ്. കാരണം അത്തരം ഒരു എന്താണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു, ആ വിധി സർക്കാർ അംഗീകരിക്കുന്നു, സർക്കാരിന് അതേ പറ്റൂ, ആ വാദങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ മറന്നു പോകരുതല്ലോ. 2019 ഡിസംബറിൽ സർക്കാർ ഒരു നവോത്ഥാന സംഗമം വിളിച്ചു ചേർക്കുന്നു. 2019 ജനുവരിയിൽ 18 ഡിസംബറിൽ വിളിച്ചു 2019 ജനുവരിയിൽ ഒരു നവോത്ഥാന മതിൽ കേരളത്തിലുണ്ടായി. ആ നവോത്ഥാന മതിലിന് വേണ്ടി പ്രഭാവർമ്മ എഴുതി PK മേദിനി പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിലൊരു വരികൾ ഇങ്ങനെയാണ്: ആരോ പണ്ട് പറഞ്ഞു സ്ത്രീകൾ അബലകളെന്ന്, ആചാരങ്ങൾ പറഞ്ഞു സ്ത്രീകൾ അശുദ്ധരെന്ന്, ഞങ്ങൾ അബലകളല്ല, ഞങ്ങൾ അശുദ്ധരല്ല. ആ കോണ്ടെക്സ്റ്റ് കൂടി മനസ്സിലാക്കണം. അന്നത് സർക്കാരിൻ്റെ നിലപാടായിരുന്നു ആ പാട്ടിലുണ്ടായിരുന്നത്. ആ നിലപാട് നിങ്ങൾ മാറ്റിയോ? ആ നിലപാട് മാറ്റിയതിന് ശേഷമാണോ ഉറപ്പ് ലഭിച്ചത്? അത് അന്ന് മാത്രമല്ല അജിംസെ അന്ന് മാത്രമല്ല, ആ നിലപാടൊന്നും ആരും മാറ്റിയിട്ടില്ല. ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ടൊരു കാര്യം പറയാം. ശബരിമലയെന്നല്ല, ഏത് ആരാധനാലയത്തിലും ലോകത്തെവിടെയും എവിടെയൊക്കെ പുരുഷ സ്പർശത്തിന് സാധ്യതയുണ്ടോ അവിടെയൊക്കെ സ്ത്രീകൾക്കും സാന്നിധ്യമുണ്ട് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങളുടേത്. പക്ഷേ ഇതാരാ പറയേണ്ടത്? ആചാരപരമായി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളാണ് അവിടെ ആൾ വേണോ വേണ്ട എന്ന് പറയേണ്ടത്. അപ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പമാണ്. അതല്ല, നാമജപ ഘോഷയാത്രയോട് പറഞ്ഞത് വി ആർ റെഡി ടു വെയിറ്റ് എന്നാ, ഞങ്ങൾക്കിപ്പോൾ കയറണ്ട, ശരി കയറണ്ട, ഇതല്ലാതെ വേറെ നിലപാടില്ല. നവോത്ഥാന മതിൽ അല്ലെങ്കിൽ വനിതാ മതിലെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത് ഒരു ദിവസത്തെ ഒരു അയ്യപ്പ സംഗമത്തിൻ്റെയോ ഒരു ശബരിമല പ്രശ്നം മാത്രമല്ല. വനിതാ മതിൽ എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതകളാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ് കേരളത്തിലാണ് 55 ലക്ഷം അംഗങ്ങളെ ചേർത്ത് കുടുംബശ്രീ സംവിധാനം. അതിലൂടെ സ്ത്രീകൾക്ക് കുറച്ച് പ്രോഗ്രസ് വന്നിട്ടുണ്ട്, ഒരുപാട് ആചാരങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുടുംബത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ, സ്ത്രീകളെ മാസത്തിൽ 4 ദിവസം മാറ്റി നിർത്തുമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരു വീട്ടിൽ മാറ്റി നിർത്തുന്നില്ല. ക്രമേണ അത്തരം സാമൂഹ്യ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾ അവരുടെ സംഘടിത ശക്തി പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വനിതാ മതിൽ. അത് ശബരിമലയിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടില്ല. ഒരിടത്തെങ്കിലും നിങ്ങൾ ഈ കാസർഗോഡ്, തിരുവനന്തപുരം വനിതാ മതിൽ ഞങ്ങൾക്ക് ശബരിമലയിൽ കയറണമെന്ന് പറഞ്ഞോ? ഏതെങ്കിലും സ്ത്രീകൾ CPM-ൻ്റെ പിന്തുണയോടുകൂടി ശബരിമലയിൽ പോയോ?